കണ്ട് ഇത്ര കാര്യമുണ്ട്. ഇവിടെ വലുതാക്കട്ടെ. കുറേ ഇറങ്ങി വന്നു. എന്താ മോനെ വരാലുണ്ടല്ലോ. വരാലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളെ ഇന്ന് ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക. അറളയ്ക്കകത്തുനിന്ന് കുറച്ച് വട്ടവല നമ്മളെ കയ്യിലുണ്ട്. വട്ടവല കൊണ്ട് കുറേ കോരി കാര്യം കല്യാൺ കുട്ടിയും പിടിക്കുക, കറിക്കുള്ള മീൻ പിടിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ മോട്ടർ ഓടിക്കുന്ന ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ കൊച്ചാവുണ്ട്. അപ്പോൾ എന്തായാലും മോട്ടർ ഓടിക്കാൻ സഹായിക്കുന്ന ചേട്ടൻ മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല പറഞ്ഞത്. മീൻ ഇടാനും ഒന്നും ഇല്ലായിരുന്നു. അവനിപ്പോൾ പോയി വലയൊക്കെ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. കാര്യം ഇഷ്ടം പോലെ ഉണ്ട് കോരി പിടിക്കാൻ വേണ്ടി. ഏതാണ്ട് പിടിച്ചിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നല്ല വെള്ളയാന്നേ. അവിടെ ഉണ്ടോ? അങ്ങോട്ട് കുത്തിയാക്കാം. ഒന്ന് പോട്ടെ. നമുക്ക് ഇഷ്ടം പോലെ പിടിക്കാൻ കിടപ്പുണ്ട് അതിനകത്ത്. നമ്മൾ പോകുന്നൊക്കെ പോവും, കിട്ടും നമ്മൾ പിടിക്കും. ചെറിയ കാര്യമാണ് കേട്ടോ. വലിയ കാര്യമൊക്കെ ഏറെക്കുറെ ഒതുങ്ങി. ആൾക്കാരൊക്കെ പിടിച്ചോണ്ട് പോയി. നമ്മൾ തന്നെ കൂടുതലും പിടിച്ചേ. അപ്പുറത്ത് വേണം. ഇല്ല, പിടിച്ചെടുക്കാൻ ഒരു സ്ഥലം പാടാം. എൻ്റെ കാലിൻ്റെ സൈഡ്. ഓ, സൂപ്പർ കാര്യം. കാരി ഉണ്ടല്ലേ. ഇപ്പറേന്ന് ആ വട്ടവലയ്ക്ക്, ഈ വട്ടവലയ്ക്ക് കോരുവാണെങ്കിൽ അവിടെ മീൻ കിട്ടും. നമ്മുടെ ഈ കാലിൻ്റെ അടിയിലൊക്കെ ഒന്ന് താഴുന്നുണ്ട്. വേണ്ട എല്ലാം കൂട്ടിയാണ്. പണ്ടൊക്കെ ഈ അള്ളയൊക്കെ മുട്ടിട്ട് പറ്റിച്ചോണ്ടിരുന്ന, പക്ഷെ ഇപ്പോൾ ഒന്നും പറ്റിക്കാൻ പറ്റത്തില്ല. എവിടെ നിന്നൊക്കെയാ അള്ളയെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടുപേർക്കൊന്നും എല്ലാം കാണും. എല്ലാം മുട്ടി. ഇന്ന് സിമ്പിൾ പരിപാടി കേട്ടോ, സിമ്പിൾ പരിപാടി. കാര്യമൊക്കെ വേണ്ടത് വെടിക്കെട്ട് കാര്യം. മുമ്പ് ഇട്ട കാര്യം പിന്നെ വന്ന് വലയ്ക്കകത്ത്. അത് തന്നെയാണോ? അതേണ്ട ഇതിനകത്ത് കയറി കിടക്കുന്നത്. അതെടുത്ത് അങ്ങോട്ട് വേണം. ഇതെന്ന് പറഞ്ഞാൽ കാരി തിങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ കൊമ്പ് കൊണ്ട് കീറിപ്പോന്നെ. അത് നമ്മളത് കളഞ്ഞ കാര്യമാണ്. പിന്നെ അതിനകത്തൊന്ന് തന്നെ കയറി. നമ്മുടെ മോട്ടർ ഓടിക്കുന്ന അച്ഛൻ പോവാണ്. അപ്പോൾ ശരി, ഞങ്ങളും കറിക്കുള്ള പിടിച്ചാൽ ഞങ്ങളും കയറും. വലിയ പരിപാടിയൊന്നും കുറച്ച് കണ്ട് കല്യാമുട്ടി കണ്ട് കിട്ടി. വല വെച്ചോ? ഇല്ലല്ലോ, കൂടിനകത്തല്ലേ. ഇറങ്ങിപ്പോയതാ. ആ, അല്ലുകൊണ്ട് ഇറങ്ങിപ്പോയി. നമ്മളെ വലിയ മാറി നോക്കാം. അയ്യോ, നല്ല കല്ലുകട്ടി. ഞാൻ
ഓ, കാല് വെക്കുന്നിടം കാര്യ കിട്ടുന്നില്ല കേട്ടോ. കാരി കിടക്കുന്നുണ്ട്. നോക്കാം, കിട്ടും. ഞാനൊരു കാരിയെ പിടിച്ചിരിക്കുകയാണ്. അരിയെ പിടിച്ചു. നമ്മുടെ കാൽക്കുഴി എന്ന കാര്യം ഇത് വിടുവോ? ആ, കൊള്ളാം. മറ്റേ ടീമാണ്. ഏതാണെന്നറിയോ? ഇപ്പം വിട്ടില്ലേ ആ ടീമാ. കല്ലുവണ്ടി കയറിയിരിക്കുക. വേറെ വല്ലതും ഉണ്ടോടാ? എന്താണ് എന്താണ് മടുത്ത്. എന്തായാലും നമുക്ക് കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം. നമുക്കെല്ലാം കിട്ടുകയാണെങ്കിൽ എടുക്കാം, എന്നിട്ട് പോവാം. അപ്പോൾ നമ്മുടെ മോട്ടർ ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞാണ്ട അപ്പുറം ഒരു അള്ളയുണ്ട്, അത് പോയി നോക്കടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതുകൂടി ഒന്ന് നോക്കാനാണ് തീരുമാനിച്ചിരിക്കുക. ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ മീൻ അക്കരയ്ക്ക് കയറി. എന്തായാലും നമ്മുടെ മോട്ടർ ചേട്ടൻ ഇട്ടേച്ച് പോയ അള്ളയാണിത്. വള്ളക്കകത്ത് അത്യാവശ്യം മീൻ ഇരിപ്പുണ്ട്. ഉണ്ടോ മോനെ? ഇത് ഹെവിയോ കേട്ടോ. നല്ല അള്ളയല്ല, പക്ഷേ മീനുണ്ടോ അതിനകത്ത്? അവനെ മീനെല്ലാം അവിടെ കുടഞ്ഞിട്ടേച്ച് വരുന്നുണ്ട്. അത്ര മീൻ കിട്ടി. ആ ബാബൂര് വെള്ളത്തിട്ടേര്, വെള്ളത്തിട്ടേര്. വരാലും ഉണ്ട് കേട്ടോ. കിട്ടിയ മീൻ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ പണി പാളം. ഉണ്ടോ? കൈയിട്ട് നോക്കി. ഇല്ലേ? നമുക്കിവിടെ ഒരു മുട്ടിടാം ആദ്യം തന്നെ. പറയാൻ പറ്റത്തില്ല, അതിൻ്റെ മറുപടിയുള്ള അവിടെയും കാണും. മറ്റേതുകൂടി അടയ്ക്കണേ, അതിനകത്തുകൂടി വെള്ളം വരും. നീ ഫോൺ പിടിക്കുന്നോ? ഞാൻ വേണം പിടിക്കാം. ഫോൺ പിടിക്കാമെങ്കിൽ ഞാൻ പിടിക്കാം. തീരുവനുള്ളതാണെന്ന് തോന്നുന്നേ. അതൊന്ന് മീൻ ഇറങ്ങി വരുമോ എന്ന് സംശയമാണ്. കയ്യ മുട്ടിയല്ലോ. വണ്ടി വെള്ളക്കകത്തിരുന്ന് വേണ്ടി വെള്ളം അനങ്ങുന്നുണ്ടോ? പറ്റിക്കട്ടെ, പറ്റിക്കാം. എവിടെ പറ്റിയാണ്? പറ്റിക്കാനും മാത്രമുള്ള ഗ്യാപ്പില്ല. ഈ വെള്ളം ഇതിനകത്ത് പറ്റി. ഒരു കാര്യം ഇച്ചിരി വരും. അത് പറ്റിച്ചേ നോക്കാം.
വേണ്ട വരാല് പോടാ, വരാല് വരാല് രണ്ട് ഇവിടെ ആണ്ടെ. ഷോ പുറത്ത് കിടന്ന് വരാലോ. അത് കിട്ടിയോ? കറക്റ്റ് ഞാൻ ആ വരാല് മുകളിലോട്ടാണ് ഇരുന്നത്. ചാടി അവൻ പുറത്തുനിന്ന് ഒന്ന് വരാലാണേ. അവൻ ചാടി നമ്മുടെ ദേഹത്ത് പിടിച്ചിട്ട് എന്തായാലും നമ്മളവനെ ഒതുക്കി കെട്ടിരിക്കണം. അല്ല, അതിനകത്ത് ഒന്നുമില്ല, പുറത്തുനിന്ന് വന്ന വരാലാണ്. ശരി, ഞാനത് കറക്റ്റ് അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇരുന്ന്. ആദ്യം ഒന്ന് അനങ്ങിയായിരുന്നേ. ആദ്യം അനങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തിനി നമ്മുടെ വലയ്ക്കകത്ത് കിടക്കുന്ന മീൻ അടിച്ചായിരിക്കുന്നു വിചാരിച്ച്. ഇത് ഇന്നാളത്തെ കണക്ക് തന്നെ ആഹ്പിക്കാറും കയറിപ്പോയതാ, സമ്മതിക്കത്തില്ല. എന്താ ഗൈസ്, നിങ്ങൾ സൗണ്ട് കേട്ടോ മീനിരുന്ന് അടിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഹെവി മീൻപിടുത്തമായിരിക്കും ഇത്. കാരണം അത് കണക്കാം ഇതടി ഒരു കുഞ്ഞുള്ളക്കകത്തൊക്കെ ഉണ്ടോ കായ് വന്നിട്ട് പോകുന്നുണ്ടോ. ഹെവി ഉള്ളയോ, പക്ഷേ ഇതിൻ്റെ ചെറിയ ചെറിയ ഉള്ളയാണെങ്കിൽ ഇത് മൊത്തം കണക്കിടാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. കണ്ടത്തിൻ്റെ നടുക്കാനുള്ള കമ്പ് വേണം അല്ലേ. ഇറങ്ങി വരുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ വലുതാക്കട്ടെ. കുറേ ഇറങ്ങി വന്നു. ഉണ്ടോ? വട്ടവല എടുത്തു. വെയിൽ കാരണം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറേ മീൻ ഇറങ്ങി വരുന്നുണ്ട്. അല്ല മൊത്തം കയറി പോയടാ. വേറെ ഇല്ലല്ലോ. നീ തുറന്നോടാ എവിടെയും. പിന്നെ മീൻ വെള്ളം ഇത്ര വന്നു ഇങ്ങോട്ട് കേട്ടാ. ഇത് തുറന്നടാ ഇത് അടക്കി. വരാല് അല്ല എനിക്ക് അല്ല നീ അവിടെ പോരിക്കും. വന്നായിരുന്നു, വന്നിട്ട് തിരിച്ചു പോയെന്ന് തോന്നുന്നു. നമ്മളിത് അള്ള പറ്റിക്കാൻ വേണ്ടി തന്നെ വന്നാലേ നമുക്കിങ്ങനെ ഒതുക്കാൻ പറ്റത്തുള്ളെന്നാണ് തോന്നുന്നത്. കാരണം അത് കണക്ക് പണ്ട് കാണാൻ എന്താ മോനെ ഒരാളുണ്ടോ. ഇത് അങ്ങ് കിടക്കുന്ന ഉള്ളയാ. നമ്മളാ കരകത്തിൻ്റെ അവിടെ പിടിക്കുകയാണെങ്കിൽ ഇവിടെ പിടിക്കാൻ പറ്റത്തില്ല. ഇത് വല്ലവരുടെയും കണ്ടവാ.
കണ്ടത്തിൻ്റെ നടുക്കാ ഫ്രണ്ട്സ്. അപ്പോൾ വെള്ളം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹെവി മീനാണ് അതിനകത്ത് ദോഷം കിടക്കുന്നത്, ഇഷ്ടം പോലെ. വരാലുണ്ട്. പിന്നോടാ അത് ഈ ഏരിയ മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒന്നും കൈ അങ്ങ് വരത്തതുമില്ല, അവനായിട്ട് അവൻ്റെ കൈ അവിടം വരയ്ക്ക് എത്തുന്നുണ്ട്. കാരി കിടക്കുന്നതാണ് സീൻ. കയ്യെ മുട്ടി വരാല്, കയ്യെ മുട്ടി കിടക്കുക. സൗണ്ട് കേട്ടിട്ട് തന്നെ സൗണ്ട് കേട്ടോ. അവൻ ഒതുക്കുമെന്നും പറഞ്ഞിട്ട് സർവ്വ പരിപാടിയും നോക്കുന്നുണ്ട് ഒതുക്കാൻ. രക്ഷയില്ല മോനെ, ഒന്നും പറയാനില്ല. അതിന് അത്രയും കാര്യമൊക്കെ വരും, അത്രയും കാര്യമൊക്കെ വരും. പുറം അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞേ. ഇവിടെ അടച്ചുകൊണ്ട് വെള്ളമാണോ? വല അവിടെ അങ്ങ് തുറന്ന് വെച്ചാൽ മതി. ഇവിടെ ആ മീൻ കയറി വരുന്ന മീൻ അതിനകത്തോട്ട് ഇറങ്ങി വരത്തൊക്കെ മട പോകുന്നേ. കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പകുതിയെ വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫോണിന്റെ ചാർജ് തീർന്നു പോയിട്ട് ഫോൺ ഓഫ് ആയി. അപ്പോൾ എന്തായാലും നമ്മൾ പിടിച്ചാത്രമായിട്ട് നമുക്ക് കിട്ടിയ മീൻ കാണിച്ചു തരാം. ആരി കുത്തി നശിപ്പിച്ച് കളഞ്ഞു കയ്യെ. ഞങ്ങളൊരു കുപ്പിവെള്ളം പോലും കൊണ്ടുപോകാൻ പോയത്, അത് കാരണം തളർന്നു പോയി. കൈ തകർന്നിരിക്കുകയാണ്. ഇത്രയും കല്ലേം കുട്ടിയും കാര്യമുണ്ട്. നമ്മളെ അള്ളക്കകത്തൊന്നും പിടിച്ച കാര്യം അതിൻ്റെ ഇത് കണ്ട് ഇത്രയും കാര്യമുണ്ട്. വേദന മാറുന്നു. ഇതിനെ വെട്ടി കൈയാക്കി നമുക്ക് ഇത്ര മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ വെള്ളം പോകുന്നതനുസരിച്ച്